ജനങ്ങളുടെ നല്ല പിന്തുണ വരുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിലെ ചില ഉയർന്ന നേതാക്കന്മാർക്ക് തന്നെ എൻ്റെ പ്രവർത്തനത്തിൽ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ചിന്ത വന്നു. ചില ആളുകൾ എന്താണ് കോൺഗ്രസിൻ്റെ അകത്ത് 10-30 വർഷമായി നിരന്തരമായി മത്സരിക്കുകയാണ്. ഈ അപമാനത്തിന് പിന്നിൽ ഒരു നേതാവുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫാണ്. ഓപ്പണായിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ചാനലിന് മുമ്പിൽ വെളിപ്പെടുത്താൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ബഹുമാനായ KPCC പ്രസിഡന്റ് അവസരം ഉണ്ടാക്കി തന്നാൽ ആ കാര്യങ്ങൾ ഞാൻ പറയും. താങ്കൾക്കൊരു സംശയമുണ്ടോ? താങ്കളെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അത് സ്വാഭാവികമായും സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരെയും DCC ഭാരവാഹികളാക്കി മാറ്റുക എന്നത് ഒരു പൊതു മാനദണ്ഡം എന്നുള്ള രീതിയിൽ താങ്കളെ DCC ജനറൽ സെക്രട്ടറി ആക്കി. ആ സ്ഥാനത്ത് താങ്കളെ പ്രഖ്യാപിച്ചതിന് ശേഷം നീക്കം ചെയ്യുക എന്നുള്ളത് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഞാനങ്ങനെ സംശയിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നന്നായി പ്രവർത്തിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാണെന്നുള്ളത് ഞാനല്ല പറയുന്നത്. നാട്ടിലെ പാർട്ടി പ്രവർത്തകന്മാരും എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെയും പുറത്തെയും ജനങ്ങൾ പറയും. ഞാൻ ഈ 5 വർഷം കൊണ്ട് 35 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ മേന്മോണ്ടല്ല, ജനങ്ങളുടെ പിന്തുണയിലും ഞാൻ നന്നായി ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെന്നും നാട്ടുകാരുടെ ആവശ്യമാണെന്നും ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ അഴീക്കോട് MLA പ്രിയപ്പെട്ട ശ്രീമാൻ KV സുമേഷും ആ ജില്ലാ പഞ്ചായത്തിലെ CPMന്റെ ഭരണസമിതികൾക്കും ബോധ്യപ്പെട്ട്, ഞാൻ മാത്രമല്ല, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. എൻ്റെ കൂടെ നിന്ന 9 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ UDFന്റെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഒരു പക്ഷേ സ്വല്പം അധികം കിട്ടുന്നുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഇടയും ഡിവിഷൻ്റെ അകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ 9 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും കൂട്ടായി ആലോചിച്ച് ഈ പ്രൊജക്റ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് അധികം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതുകൊണ്ടും എൻ്റെ ഡിവിഷനിൽ കുറേയേറെ പ്രശ്നം ഉണ്ടായതുകൊണ്ടും പ്രളയം എൻ്റെ ഡിവിഷനിലാണ് ഏറ്റവും ബാധിച്ചുകൊണ്ട് നോക്കി എനിക്ക് കുറേ അധികം ഫണ്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഡിവിഷനകത്ത് 2 ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പെരിങ്കരി ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്. ഈ 2 സ്കൂളുകളുടെയും കെട്ടിടങ്ങളുടെയും ലാബറട്ടറികളുടെയും ഗ്രൗണ്ടുകളുടെയും വ്യത്യസ്തങ്ങളായ അവിടെ CCTV സ്ഥാപിക്കാനും വ്യത്യസ്തങ്ങളായ സ്കൂളിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ ഈ 5 വർഷക്കാലം കൊണ്ട് 10 കോടി രൂപ, 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ 2 സ്കൂളുകളിൽ മാത്രം നടത്തിയിട്ടുണ്ട്. മറ്റു ധാരാളങ്ങളായ റോഡുകൾ. ഞാൻ താമസിച്ച സ്ഥലം കാലാങ്കിയാണെന്ന് പറഞ്ഞല്ലോ. കാലാങ്കിയിൽ നിന്ന് 11 കിലോമീറ്റർ നടന്നാണ് ഞാൻ പഠിച്ചത്. സംസ്ഥാന ഭരണം ആ സമയത്ത് സംസ്ഥാന ഭരണം LDFൻ്റെതാണ്. LDFൻ്റെ സംസ്ഥാന ഭരണമാണ്. പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യം ഫസ്റ്റ് ടൈം. കാരണം 5 വർഷം കഴിഞ്ഞല്ലോ, അടുത്ത ഇലക്ഷൻ 5 വർഷമല്ലേ ഉള്ളൂ. 2015-20 ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ നല്ല പിന്തുണ വന്നു എൻ്റെ റിട്ടയർമെൻറ്റിന്. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ നല്ല പിന്തുണ വരുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിലെ ചില ഉയർന്ന നേതാക്കന്മാർക്ക് തന്നെ എൻ്റെ പ്രവർത്തനത്തിൽ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ള ഒരു ചിന്ത ഉയർന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് വന്നു. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ച് ഞാൻ കൂടെ മുൻകൈ എടുത്താണ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഭജനം നടത്തി. അന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീധരനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഇരിട്ടി മുനിസിപ്പാലിറ്റി വന്ന ടൈമിലാണ് ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്ക് അത് ബ്ലോക്ക് പഞ്ചായത്തില്ലല്ലോ, വിഭജനം നടത്തി. അങ്ങനെ ആ പിന്നെ ഞാൻ ജില്ലാ പഞ്ചായത്തിന് ശേഷം വള്ളിത്തോട് ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാൻഡിഡേറ്റായി ഞാൻ മത്സരിച്ചു. അപ്പോൾ കോൺഗ്രസിലെ ആ പ്രദേശത്തുള്ള ഒരു നേതാവായിട്ടുള്ള ഒരു പ്രാദേശിക നേതാവായിട്ട് പേര് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകന്മാരും കൂടി പരസ്യമായ പ്രവർത്തനം നടത്തി. രഹസ്യമായിട്ടുള്ള ഓപ്പണായ പ്രവർത്തനങ്ങൾ. ഞാൻ 18 ദിവസം വീട് കയറി, അവർ 20 ദിവസം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വീട് കയറി.
അങ്ങനെ ഞാൻ 400 ചില്ലുവാൻ വോട്ടിന് ഞാൻ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ്റെ അകത്ത് പരാജയപ്പെട്ടു. ആ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ഐക്യത്തിൽ പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അയ്യങ്കുന്നിലെ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ കാൻഡിഡേറ്റ് ആക്കിയില്ല. മറ്റൊരാളെ വളരെ ദൂരെ നിന്നുകൊണ്ട് 45 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, കേളകത്തിനും അപ്പുറത്ത്, അടയ്ക്കാത്തോടിനും അപ്പുറത്തു നിന്നുള്ളൊരു ലേഡിയെ കൊണ്ട് എൻ്റെ ഡിവിഷനിൽ മത്സരിപ്പിച്ചു. അവർ 2000 വോട്ടിന് ജയിച്ചു. പക്ഷേ ജയിച്ചതിന് ശേഷം എന്ത് പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. എത്ര റോഡുകൾ കൊടുത്തു, എത്ര പരിപാടികൾ പങ്കെടുത്തു എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ചില ആളുകൾ എന്താണ് കോൺഗ്രസിൻ്റെ അകത്ത് 10-30 വർഷമായി നിരന്തരമായി മത്സരിക്കുകയാണ്. ചില പർട്ടിക്കുലർ പേഴ്സൺസ്, കഴിവുള്ള പല ആളുകൾക്കും അവസരങ്ങൾ നിഷേധിക്കുന്നതായിട്ടാണ് ജില്ലാ എനിക്ക്. പഞ്ചായത്തിലേക്ക് ഒരു ടേം മാത്രമാണ്. രണ്ടാമത്തെ ടേം ചോദിച്ചിരുന്നില്ലേ? ഇല്ല, അന്നേരം എൻ്റെ സീറ്റ് എൻ്റെ ഡിവിഷൻ അങ്ങനെ ചോദിക്കാൻ കഴിയില്ലോ. സീറ്റ് വനിതയായിട്ട് ഡിവിഷൻ ഇല്ല, ഞാൻ ഒന്നും ചോദിച്ചിരുന്നില്ല. അന്നേരം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാൻഡിഡേറ്റായി, ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ കാൻഡിഡേറ്റായി. ആ ഇലക്ഷനാണ് എന്നെ തോൽപ്പിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് CPM-ന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന ഭരണം CPM-ന്റെ നേതൃത്വത്തിൽ, അപ്പോൾ ആ നേതാക്കൾ, ആ ഭരണസമിതി ഒക്കെ ആയി ചേർന്ന് താങ്കൾ ഒന്ന് അടുത്ത് പ്രവർത്തിച്ചു എന്നത് ഒരു തെറ്റായി ആരെങ്കിലും കോൺഗ്രസിൽ അങ്ങനെയാണല്ലോ, അവരുമായി എന്തിനാ ഇത്ര ഒരു അടുപ്പം? അങ്ങനെ ഞാൻ അടുത്ത് പ്രവർത്തിച്ചില്ല. നിങ്ങൾക്കറിയാം, അതായത് ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, കണ്ണൂർ വിഷൻ ചാനൽ ഉൾപ്പെടെ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും ചാനലുകളുടെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു. CPM നേതാവ് നമ്മുടെ തലശ്ശേരിയിലെ കാരായി രാജനായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്. 6 മാസമായി അദ്ദേഹത്തിന് കേസ് കൊണ്ട് വരാൻ സാധിച്ചില്ല. ജില്ലാ പഞ്ചായത്ത് മീറ്റിങ്ങിൽ ഭരണമൊന്നും മുമ്പോട്ട് പോകുന്നില്ല കാര്യമായി. ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ആ വിഷയം ശക്തമായി ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ച് അതിരൂക്ഷമായ വാഗ്വാദങ്ങൾ ഉണ്ടായി. ശരിക്കെടാപോടാ വിളി വരെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് CPM നേതൃത്വം കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ CPM നേതൃത്വം കേരളത്തിലെ എല്ലാ മുൻനിര ചാനലുകളും വന്ന് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലും ഞങ്ങളുടെ സംസാരവും എല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. വന്ന് CPM നേതൃത്വവും അതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങൾ വളരെ നിരന്തരമായ ഫൈറ്റായിരുന്നു. കുറച്ച് നാൾ ബഹുമാനിയായ PP ദിവ്യയായിരുന്നു പ്രസിഡന്റിൻ്റെ ചാർജ്. അപ്പോൾ ദിവ്യയുമായിട്ടൊക്കെ ഞങ്ങൾ ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾ ഏറ്റുമുട്ടലായിരുന്നു. ഈ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ആദ്യത്തെ 6 മാസക്കാലം പ്രസിഡന്റ് വരുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം CPM നേതൃത്വവും ഞങ്ങളുടെ ഈ അഭിപ്രായങ്ങളും ഒരു പക്ഷേ പാർട്ടിയുടെ ചർച്ചയും കൂടെ ഒക്കെ ആവാം, അദ്ദേഹത്തെ മാറ്റി KV സുമേഷിനെ പ്രസിഡന്റാക്കി. ഞങ്ങൾ CPM നേതൃത്വവുമായി ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായി ഞങ്ങൾ ഒരു ബോർഡിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സുമേഷും ദിവ്യയും എല്ലാം ഞങ്ങൾ ഒരു ബോർഡിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവർ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് സൗഹൃദമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോയി, 2 പ്രാവശ്യം ടൂർ പോയി, നോർത്ത് ഇന്ത്യയിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിപരമായ സൗഹൃദമുണ്ട്. പക്ഷേ പൊളിറ്റിക്കലായ ഒരു സൗഹൃദവും ഞങ്ങൾ തമ്മിൽ അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പിന്നെ ഒരു ഭരണസമിതിക്കകത്ത് ഒരു പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിരസിക്കാനൊന്നും കഴിയില്ലോ. പക്ഷേ സുമേഷ് ഏറ്റവും നല്ല KV സുമേഷ് എന്നെ സംബന്ധിച്ച്, അത് ഇനി ആരെന്ത് പറഞ്ഞാലും, ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് CPM തീർച്ചയായിട്ടും CPM പാർട്ടി അദ്ദേഹത്തെ അഴീക്കോട് സ്ഥാനാർത്ഥിയാക്കിയതും അദ്ദേഹം ജയിച്ചു വന്നതും അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിലെ എല്ലാവരെയും യോജിപ്പിച്ചുള്ള പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരുന്നു അത്, സുമേഷിനെ പ്രസിഡന്റ്. തീർച്ചയായിട്ടും. അല്ല, അത് നീക്കം എന്ന് പറഞ്ഞാൽ അത് കാരായിക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ, കോടതിയുടെ വിലക്ക്, എറണാകുളത്ത് താമസിക്കേണ്ടി വന്നു, കണ്ണൂരിലേക്ക് വരാൻ സാധിക്കാത്ത കോടതി വിലക്കും സാഹചര്യങ്ങളും ഉണ്ടായി. ഞങ്ങൾ ശക്തമായി ഉന്നയിച്ചു. കേരളത്തിലെ എല്ലാ മുൻനിര ചാനലുകൾ ഉൾപ്പെടെ, കണ്ണൂർ നിങ്ങൾ ഉൾപ്പെടെ ആ മീറ്റിങ്ങിൻ്റെ അകത്ത് അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടായിരുന്നു. നന്നായി പ്രവർത്തിച്ചതാണ്, ഞാൻ പ്രവർത്തിച്ചതാണ് എനിക്ക് കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഉള്ള ഇതിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ താങ്കളെ തളക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വളർച്ച അവർ ഭയന്നിട്ടുണ്ടാകും. അതെനിക്കറിയില്ല എന്താണെന്ന്. ഇങ്ങനെ താങ്കൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഇനിയും തനിക്ക് ഈ പാർട്ടിയിൽ സ്ഥാനങ്ങളുണ്ട് എന്ന് ഒക്കെ ചിന്തിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു അപമാനം
താങ്കൾക്ക് നേരിടേണ്ടി വന്നത്? ഒരിക്കലും താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു അപമാനം. ഈ അപമാനത്തിന് പിന്നിൽ ഒരു നേതാവുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫാണോ? ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അത് മനോജ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മനോജ് വിലയിരുത്തിക്കോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് ഇതിന് മുമ്പ് ഇൻ്റർവ്യൂ നടത്തിയ ഒരു പ്രാദേശിക ചാനലുകാരും എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പരാതിയുമില്ല. കാരണം ഞാനൊരു കാര്യം പറയാം. ഞാൻ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ഗ്ലോബൽ പ്രതിനിധിയും തലശ്ശേരി അതിരൂപതയിൽ നിന്ന് ഗ്ലോബൽ പ്രതിനിധിയും നെല്ലിക്കാമ്പൊയിൽ ഫൊറോന പ്രസിഡൻറ്റുമാണ്. ഇന്നലെ ഞങ്ങളുടെ ഒരു വലിയ സമ്മേളനം കത്തോലിക്ക കോൺഗ്രസിൻ്റെ മാർച്ച് മാസം 14 1,00,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനം, ഗ്ലോബൽ സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സംഘാടക സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നെല്ലിക്കാമ്പൊയിൽ വലിയ ഒരു മീറ്റിംഗ്, സംഘാടക സമിതി യോഗം ഫൊറോന നടന്നു. ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഉൾപ്പെടെയുള്ള അച്ഛന്മാരെല്ലാം പങ്കെടുത്ത നല്ല യോഗമായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എണീറ്റ് നിന്ന് ചോദിച്ചു, ഇങ്ങനെ നമ്മുടെ പ്രസിഡൻറ്റിനെ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡൻറ്റിനെ ഇങ്ങനെ DC സെക്രട്ടറിയായി വെച്ച് അതിൻ്റെ അകത്ത് 2 ദിവസം കൊണ്ട് മാറ്റിയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ട് എന്ന് ആ യോഗത്തിൽ ചർച്ച. അപ്പം ഞാനായിരുന്നു അധ്യക്ഷൻ. ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത് വേറൊരു യോഗമാണ്, ഇത് രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്ന യോഗം, നമ്മൾ ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള എന്നെക്കുറിച്ചുള്ള ചർച്ചകൾ ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ ചർച്ച നിയന്ത്രിച്ചു. പക്ഷേ ഫൊറോന വികാരിയായിട്ടുള്ള കാവനാടി അച്ഛൻ ജോസഫ് കാവനാടി, ഇൻഫാമിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ വാർത്ത കണ്ട് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, തോമസ് വർഗീസേ, നിങ്ങളുടെ പാർട്ടിയിൽ ഇതിന് KPCC ഒരു നടപടി എടുത്താൽ അതിനു മുകളിൽ അപ്പീൽ കമ്മിറ്റി ഇല്ലേ, AICCയുടെ അപ്പീൽ കമ്മിറ്റി ഇല്ലേ, അത് തോമസ് വർഗീസ് ഒരു അപ്പീൽ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ആദരണീയനായ കാവനാടി അച്ഛൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പീൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാനെല്ലാം ഒരു ദൈവവിശ്വാസിയാണ്. എല്ലാ ദിവസവും എൻ്റെ ഭാര്യ രാവിലെ 5 മണിക്ക് എണീറ്റ് 6 മണിക്ക് കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്ന ആളാണ്. എൻ്റെ അപ്പീൽ കമ്മിറ്റി സർവശക്തനായ ദൈവമാണ്. എനിക്കതിനപ്പുറത്ത് വേറെ എവിടെയും അപ്പീൽ ഈ വിഷയത്തിൽ കൊടുക്കാനില്ല. പിന്നെ അച്ഛനോട് ഞാൻ രണ്ടാമത് പറഞ്ഞു, ഞാൻ 47 വർഷം രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊരു വലിയൊരു സ്ഥാനമാണ് എന്ന ഒരു ധാരണയും എനിക്കില്ല. 100-ലധികം ഭാരവാഹികളുണ്ട്. അതിലൊരാളായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരുടെയും പ്രത്യേക ശുപാർശ കൂടാതെ ജനറൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചു. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ VD സതീശന് എനിക്ക് ബന്ധമുണ്ട്. രമേശ് ചെന്നിത്തല ആദരണീയനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഞാൻ മട്ടന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ PGക്കാണ്, ഞാൻ ഡിഗ്രിക്കാണ്. ഞാൻ KSU ജില്ലാ കമ്മിറ്റിക്ക് വരുമ്പോൾ അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് വരും. ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ് 1985. അന്ന് മുതൽ KC വേണുഗോപാലിനെ എനിക്കറിയാം. VD സതീശനെ എനിക്ക് നന്നായിട്ട് അറിയാം. രമേശ് ചെന്നിത്തല എനിക്ക് KSU മുതൽ എനിക്ക് ബന്ധമുള്ള നേതാവാണ്. KPC പ്രസിഡന്റ് VM സുധീരനും രമേശ് ചെന്നിത്തലയും എൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ വരാൻ സാധിക്കാത്തപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളെയും എൻ്റെ മരുമകനെയും ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കേരളത്തിലെ MP-മാരാണെങ്കിലും KC ജോസഫ് ആണെങ്കിലും, അത് നൂറി സാഹിബ് ഉള്ള കാലം മുതൽ നൂറി സാഹിബ് മരിച്ചു അദ്ദേഹമാണെങ്കിലും, ഏതാണ്ട് എല്ലാ നേതാക്കന്മാരുമായി എനിക്ക് വ്യക്തിപരമായി തോമസ് വർഗീസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അറിയുന്നവരാണ് ബഹുഭൂരിപക്ഷം നേതാക്കന്മാർ. ഞാൻ ഈ 3 വർഷമായി എനിക്ക് യാതൊരുവിധ ചുമതലയും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇല്ലാത്ത അവസരത്തിലും ആരോടെങ്കിലും പോയി എനിക്കെന്തെങ്കിലും ഒരു സ്ഥാനം വേണം എന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ രമേശ് ചെന്നിത്തല അമ്മ മരിക്കുമ്പോൾ ഞാൻ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റ്. ഞാൻ ഇടുക്കിയിലാണ് നിൽക്കുന്നത്. രമേശ് ജിയുടെ അമ്മ മരിക്കുന്നു. അപ്പം ഞാൻ ധരിച്ചു രമേശ് ജിയുടെ അമ്മ, അപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരാൻ എളുപ്പമാണല്ലോ, ഞാൻ ആലപ്പുഴ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ പെങ്ങളുടെ ഫാദറിലോ മരിച്ചു. അപ്പോൾ അവൾ ഓസ്ട്രേലിയയിൽ നിന്ന് എറണാകുളം എയർപോർട്ടിൽ വന്ന് ഞാൻ അവളെയും കൂട്ടി ഈ ശവസംസ്കാരത്തിന് വന്നതുകൊണ്ട് എനിക്ക് ആ രമേശ് ജിയുടെ അമ്മ മരിച്ചപ്പോൾ പോകാൻ സാധിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി മാത്രം ഞാൻ ചെന്നിത്തലയിൽ പോയി അദ്ദേഹത്തെ കണ്ട് ഇട്ട് വന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഒരുവിധം എല്ലാ നേതാക്കന്മാരുമായിട്ടും നല്ല ബന്ധമുണ്ട്. ആളുകൾ ചോദിച്ച ചോദ്യം ഇതാണ്, എന്ത് തെറ്റ് ചെയ്തു, എന്ത് ഗുരുതരമായത്? ഞാൻ ഒരു ശേഷം ഈ നേതാക്കന്മാരൊന്നും താങ്കളെ വിളിച്ചില്ലേ? എന്നെ സജീവ് ജോസഫ് MLA വിളിച്ചു,
എന്നെ വി എ നാരായണൻ വിളിച്ചു, എന്നെ കോൺഗ്രസിൻ്റെ അകത്തെ ഷാനിമോൾ ഉസ്മാൻ വിളിച്ചു. അങ്ങനെ പിന്നെ ഈ ജില്ലയിലെ ഒരുപാട് നേതാക്കന്മാർ എന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞത് ഇതൊരു തെറ്റായ നടപടിയാണ്, ഇതൊരു ശരിയായ നടപടി, ഇതൊരു തെറ്റായ നടപടിയാണ് തോമസ് വർഗീസിനോട് ചെയ്തത് എന്ന് എല്ലാ ആളുകളും ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഞാൻ പിന്നെ ഞാനിത് ഈ കാര്യം സംബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചവരോട് ഞാൻ സംസാരിച്ചതല്ലാതെ അങ്ങോട്ട് ഞാൻ ആരെയും വിളിച്ചിട്ട് പ്രത്യേകമായി ഞാൻ സംസാരിച്ചിട്ടില്ല. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് കേരളം. അതെ, ഇപ്പോൾ പേരാവൂർ സിറ്റിംഗ് സീറ്റാണ്. അവിടെ നമ്മൾ 100 സീറ്റ് അല്ലെങ്കിൽ 100 സീറ്റ് എന്നുള്ള വി ഡി സതീശൻ്റെയൊക്കെ ആ പ്രഖ്യാപനം, ആ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ പേരാവൂർ അതിൽ ഒന്നാമത്തെ സീറ്റുമാണ്. വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സീറ്റ് കൂടിയാണ് പലപ്പോഴും പേരാവൂർ എന്ന് നമുക്ക് അറിയാം. LDF നേരത്തെ അവിടെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അവിടെ ശക്തമായ ഒരു സാന്നിധ്യമായ താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിച്ചത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തലുകളുണ്ട്. ഒരു ഇത്രയും ശക്തമായ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഒരു തിരിച്ചടി നേരിടേണ്ടി വരാൻ പോകുന്നതും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെയായിരിക്കും. എന്നിട്ടും എന്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു പക വെച്ച് നീങ്ങാനുള്ള കാരണം? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോട്, എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും നന്നായി, ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞ് വന്നപ്പോൾ അതിൽ ഒന്ന് എന്തായാലും ഇത് പേരാവൂരിൽ ചെറിയ തോതെങ്കിലും പ്രതിഫലിക്കാൻ സാധ്യതയില്ലേ? ഒരുപാട് പ്രവർത്തകന്മാർ എന്നെ വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചാനലിൻ്റെ മുമ്പിൽ അത് വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാം. ഒരു ചാനലുകാരുടെ മുമ്പിൽ ഒരു പൊതുജന മധ്യത്തിൽ പാർട്ടി പ്രവർത്തകന്മാർ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ, പാർട്ടി സ്ഫിയറിന് പുറത്തേക്കുള്ള വക്കീലന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അച്ഛന്മാർ, ഇനി അവിടെ അത്ര ധാരാളം ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഇനി എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താങ്കളുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കുമോ? അല്ല, അതൊന്നും ഞാനതിനെ സംബന്ധിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അവിടെ എൻ്റെ പ്രാർത്ഥന അദ്ദേഹം മത്സരിക്കട്ടെ, അദ്ദേഹം ജയിക്കട്ടെ, അദ്ദേഹം മന്ത്രിയാകട്ടെ എന്നുള്ളതാണ്. തോമസ് വർഗീസ് അതിൻ്റെ അകത്ത് ഒരു ഘടകമല്ല. കാരണം ഞാനൊരു എന്നെപ്പോലെ ഒരുപാട് പാർട്ടി പ്രവർത്തകന്മാർ നമ്മുടെ ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തും ഒക്കെ ഉള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകന്മാർ വലിയ സ്ഥാനമാനങ്ങളില്ലാതെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇതെല്ലാം കൈവരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥന. ഏതെങ്കിലും തരത്തിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ KPCC പ്രസിഡന്റുമായി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ നന്നായി പ്രവർത്തിച്ചു, ബ്ലോക്ക് പ്രസിഡൻ്റായി നന്നായി പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി എന്നോട് എന്തെങ്കിലും അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ചാനലിന് മുമ്പിൽ വെളിപ്പെടുത്താൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ബഹുമാനായ KPCC പ്രസിഡന്റ് അവസരം ഉണ്ടാക്കി തന്നാൽ അക്കാര്യങ്ങൾ ഞാൻ പറയും. താങ്കളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീട് കിട്ടിയിട്ട് താങ്കളെ പുറത്താക്കാൻ കാത്തു നിൽക്കുന്ന ഒരു നേതൃത്വം എന്നുള്ള രീതിയിൽ താങ്കൾ സംശയിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിപ്പം പുറത്താക്കുന്നുണ്ടെങ്കിൽ പുറത്താക്കിക്കോട്ടെ, അതിനൊന്നും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കി. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അവസാനം കണ്ടു. കോൺഗ്രസിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാൻ പറ്റൂ, എന്നിലെ കോൺഗ്രസിനെ പുറത്താക്കാൻ നിങ്ങൾക്കാർക്കും ആവില്ല എന്നുള്ള ഒരു ഇൻ്റർവ്യൂ. ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ആ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നീക്കം എന്ന് പറയുന്നത്, അതായത് താങ്കൾക്ക് ഇതിനേക്കാൾ വലിയൊരു അപമാനം താങ്ങാനില്ല. ഒരുപക്ഷെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇത്രയും ഒരു അപമാനം താങ്കൾക്ക് നേരിടേണ്ടി വരുമായിരുന്നു ശരിക്കും? ഇല്ല, പുറത്താക്കിയാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാമല്ലോ. എനിക്കിപ്പോൾ അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ പറയാനുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം എന്താണ് പേരാവൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു ചിത്രം എന്താണ് ഇപ്പോൾ? പേരാവൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3000 ചില്ലറ വോട്ടിനാണ്
സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയോട് സണ്ണി ജോസഫ് വിജയിച്ചത്. ശരിക്കും ആ വോട്ട് മതിയോ പേരാവൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ UDFന്റെ ഒരു ഭൂരിപക്ഷം? തീർച്ചയായിട്ടും പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ആ വോട്ട് പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDFന്റെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം വെച്ചും നമ്മുടെ ഈ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും പ്രവർത്തനങ്ങൾ വെച്ചും എല്ലാം ആ വോട്ട് പോരാ എന്നുള്ളത് തന്നെയാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഞാനതിൻ്റെ അകത്ത് മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിക്കാൻ മാത്രം ശക്തിയുള്ള ഒരാളല്ല ഞാൻ. അവിടെ ആളുകളുടെ ഇടയിൽ ഇത്തരം വിഷയങ്ങൾക്കകത്ത് പാർട്ടി പ്രവർത്തകന്മാരുടെ ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് എന്നോട് പല ആളുകളും സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് വലിയ ഒരു മണ്ടത്തരമായി പോയി എന്ന് തന്നെയാണ് അഭിപ്രായം. അത് അദ്ദേഹം എന്നേക്കാൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണെങ്കിലും എന്നേക്കാളെല്ലാം വലിയ ഉയർന്ന സ്ഥാനങ്ങളിൽ 15 വർഷക്കാലം MLAയും ഇപ്പോൾ KPC പ്രസിഡന്റും എല്ലാം ആയിട്ടുള്ള ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്നെ പോലെയുള്ള ഒരു സഹപ്രവർത്തകനെ പുറത്താക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും അതിൻ്റെ അകത്ത് പോസിറ്റീവായി കണ്ടിട്ടുണ്ടാകാം. കെ സുധാകരനുമായി താങ്കൾക്ക് ബന്ധമില്ലേ? എനിക്ക് നല്ല ബന്ധമായിരുന്നു ബഹുമാനായ കെ സുധാകരനുമായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്നെ പരാജയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഈ കോൺഗ്രസിൻ്റെ അകത്തും ചില ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ഉണ്ടെന്ന് മനോജിനറിയാമല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരൻ്റെ ഗ്രൂപ്പുമായി അകന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ജൂനിയറായി പഠിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA. ഞാൻ അദ്ദേഹവുമായി യോജിച്ചാണ് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും.